ലീഡറിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒരു ലീഡറിനെ തിരഞ്ഞെടുക്കുമ്പം അദ്ദേഹം നമ്മൾക്ക് വേണ്ടി സംസാരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയണം. വളരെ ചുരുക്കം ആണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഒത്തുള്ള ആൾക്കാരെ കിട്ടുന്നത്. അപ്പോൾ ചോദിക്കും, ഈ പൊളിറ്റീഷ്യൻസിനും അല്ലെങ്കിൽ നേതാക്കൾക്കും എത്രയോ പിൻഗാമികൾ അല്ലെങ്കിൽ അവരുടെ ഫോളോവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ഫാൻസ് ഉണ്ട് എന്നൊക്കെ പറയാം. പക്ഷേ റെസ്പെക്റ്റോടുകൂടി നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ലീഡർഷിപ്സ് ഉണ്ട്. അത് ഒരു പ്രത്യേക ബെനിഫിറ്റിന് വേണ്ടി മാത്രമല്ല, ഓവറോൾ ബെനിഫിറ്റിന്, കോമൺ മാൻ എന്നുള്ള ആ രീതിയിൽ നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ രാഘവ് ചഡ്ഡ എന്ന് പറയുന്ന ലീഡറിൻ്റെ സംസാരം കേൾക്കുമ്പോൾ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അദ്ദേഹം ഇതിനിടയ്ക്ക് ഉന്നയിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഗവൺമെൻറ് ജോബ് കിട്ടാനായിട്ട് ഒരു കോമൺ മാനിന് എക്സാം എഴുതണം, കോമ്പറ്റേറ്റീവ് എക്സാം എഴുതണം, പിന്നെ ഫേസ് ടു ഫേസ്, പിന്നെ എന്തെല്ലാം നാടകങ്ങളുണ്ടോ അതെല്ലാം കഴിഞ്ഞാലേ അവർക്ക് ആ ജോലിയിൽ കയറാൻ പറ്റുള്ളൂ. പക്ഷേ ആ ഗവൺമെൻറ് ഭരിക്കുന്ന ആൾക്കാർക്ക്, ആ ലീഡേഴ്സിന് യാതൊരു എക്സാമും ഇല്ല. എലക്ഷന് നിൽക്കുന്നു, അവർ വിജയിച്ച് പോരുന്നു. പക്ഷെ ആ എലക്ഷന് നിൽക്കാനെങ്കിലും ഒരു എക്സാം നടത്താമല്ലോ. അപ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല. അതിനകത്തൊന്ന് ലിസ്റ്റ് എടുത്തിട്ട് നല്ലവരെല്ലാവരും പോയി എക്സാം എഴുതൂ. എക്സാം എഴുതിയിട്ട് അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ടോപ്പിൽ വരുന്ന ആളിനെ എടുക്കാമല്ലോ. അപ്പോൾ ഈ വടംവലിയും ഇല്ലല്ലോ, അവന് പൊസിഷൻ വേണം, അല്ലെ ഇവന് സീറ്റ് വേണം, അവന് സീറ്റ് വേണം എന്നുള്ള പ്രശ്നവുമില്ല. ഇത് വളരെ കറക്റ്റായിട്ടുള്ളൊരു പോയിന്റാണ് അദ്ദേഹം പറഞ്ഞത്. ശരിക്കും അതിനൊക്കെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. അതിപ്പോൾ ഞാൻ പാർട്ടിപരമായിട്ടൊന്നും പറയുന്നതല്ല, പക്ഷേ I think that's the right movement we need to do.